എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റൗൾ അസെൻസിയോനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ ഒരു സീസണിന്റെ തുടക്കത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് റാമോസ് എന്ന് കണ്ട് ജോൺ മാർട്ടിനസ്. പക്ഷെ ആ ഒരു പ്ലെയറിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ സിമിലാനോട് കളിച്ച ഒരു ഫ്രണ്ട്ലിയിൽ ഇഞ്ചുറി പറ്റിയാണ്ട് ഈ ഒരു സീസൺ തന്നെ നഷ്ടமான ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റയലിന്റെ ഒട്ടുമിക്ക ഈ ഒരു പരിക്ക് പറ്റി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്ന എഡർ മിലിറ്റാവോക്കും അതുപോലെ അങ്ങനെ കുറെ പ്ലേയേഴ്സിന് ഇഞ്ചുറി കാരണം വീണ്ടും റയൽ മാഡ്രിഡിൽ ഇഞ്ചുറി ക്രൈസിസ് വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോഴാണ് ആൻസലോട്ടി ഈ ഒരു കാസ്റ്റില്ല സൈഡിൽ നിന്ന് ഒരു സെന്റർ ബാക്കിനെ റയൽ മാഡ്രിഡിന്റെ മെയിൻ ടീമിലേക്ക് എടുക്കുന്നത്. അങ്ങനെ സീസണിന്റെ ഭൂരിഭാഗം ടൈമിലും ഒരു ഗോൾ പോലും കണ്ടെത്താൻ കഴിയാത്ത ജൂഡ് ബെല്ലിംഗാമിന് അസിസ്റ്റ് കൊടുത്തുകൊണ്ട് ആ ഒരു പ്ലെയർ ആദ്യം തന്നെ പേരെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അസെൻസിയോന്റെ ആ ഒരു ആദ്യ നിമിഷങ്ങൾ തന്നെയായിരുന്നു ഈ ഒരു ബെല്ലിംഗാമിന് ആ ഒരു നമ്മൾ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സിറ്റിക്കെതിരെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ശൈലിയിൽ ഒരു അസിസ്റ്റ്, എംബാപ്പെ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ശൈലിയിൽ ഒരു അസിസ്റ്റ് ബെല്ലിംഗാമിന് കൊടുത്തുകൊണ്ട് ബെല്ലിംഗാമിന്റെ ഈ സീസണിലെ ആദ്യ ഫസ്റ്റ് ലാലിഗ ഗോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മൂമെന്റിന് അസെൻസിയോക്ക് ഉണ്ടാക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഫാൻസ് ഒക്കെ അസെൻസിയോനെ ഏറ്റെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന ചാൻസ് ഒക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും അസെൻസിയോനെ കൊണ്ട് സാധിച്ചു. നല്ല രീതിയിലുള്ള ടാക്കിൾസും നല്ല രീതിയിൽ തന്നെ ഒരു രൂഢീകരണമാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഒരു പാർട്ണർഷിപ്പ് കൊടുക്കാനും അസെൻസിയോനെ കൊണ്ട് സാധിച്ചു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അസെൻസിയോനെ റൈറ്റ് ബാക്കിലൊക്കെ ആൻസലോട്ടി കളിപ്പിക്കണമെന്നുണ്ട്. അപ്പോൾ ആ ചാൻസിലാണെന്നുണ്ടെങ്കിൽ തന്നെ ബോളും കൊണ്ട് മുന്നിലേക്ക് പോകാനും നല്ല രീതിയിൽ തന്നെ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യാൻ അസെൻസിയോനെ കൊണ്ട് സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഒരു അസെൻസിയോന്റെ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മനസ്സിലേക്ക് വരുന്ന മുഖം എന്ന് പറയുന്നത് എന്തായാലും സെർജിയോ റാമോസ് ആയിരിക്കും. ആ ഒരു ശൈലിയില്ല, ആ ഒരു ഇതിലാണ് മൂപ്പരെ ബിഹേവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അസെൻസിയോനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങളും റാമോസിലേക്ക് റിഫ്ലക്ട് ചെയ്യണമായിരിക്കും നമുക്ക് തോന്നും. അങ്ങനത്തെ ആ ഒരു ശൈലിയിൽ തന്നെയാണ് മൂപ്പര് കളിക്കുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞതിലുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള കളിയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ലൈഡിങ് ടാക്കിളൊക്കെ പക്ക നീറ്റ് സാധനങ്ങളാണ്. അതൊക്കെ അങ്ങനെയും കൃത്യതയോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെനാൽറ്റി ബോക്സ് എന്നായിരിക്കും അങ്ങനത്തെ ആ ഒരു ടാക്കിളൊക്കെ നടത്തുക. അവിടെ ഒരു ഫൗളാകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 90% ആ ഒരു ടൈമിലൊക്കെ ഇങ്ങനത്തെ നീറ്റ് ടാക്കിൾ നടത്തിക്കാണ്ട് ആ ഒരു 10% സക്സസ് ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമൊന്നുമല്ല. നല്ലൊരു ഇപ്പോൾ ആൾക്ക് 21 വയസ്സായിട്ടുണ്ട്. നമുക്കറിയാം റയൽ മാഡ്രിഡിൽ ഒരു യൂത്തിന് തിളങ്ങാൻ കഴിയുക. അപ്പൊ ഞാൻ ട്രോള് കണ്ടാണ് മോണാക്കോന്നാണ് ചോമനിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ചോമനി എത്ര ഫോം ഔട്ടിൽ കളിപ്പിച്ചാലും ചോമനി ഫസ്റ്റ് ലെവലിൽ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാസ്റ്റില്ലെന്ന് വന്നൊരു പ്ലെയർ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്ലെയർ എത്ര നല്ല രീതിയിൽ കളിച്ചാലും ആ ഒരു റയൽ മാഡ്രിഡ് പെയ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിച്ച പ്ലെയറിനാകും മുൻതൂക്കം കൊടുക്കുക എന്നുള്ളത് ആണ്. അത് ആ ട്രോള് പലപ്പോഴും എനിക്ക് സത്യമായിട്ടാണ് തോന്നിയത്. പക്ഷെ അതിനൊക്കെ മറികടക്കാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു അസെൻസിയോക്ക് ആ ഒരു ഫസ്റ്റ് ലെവലിൽ സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത് ഞാൻ പറയുന്നത് അലബ ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വന്നു, പക്ഷെ ഈ ഒരു അസെൻസിയോ സ്റ്റിൽ അവിടെ ഉണ്ട്, ആ ഒരു നല്ല പെർഫോമൻസും കാഴ്ച വെക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ റയൽ മാഡ്രിഡ് ഒരു സെൻട്രൽ ബാക്കിന് വേണ്ടി ഈ ഒരു അസെൻസിയോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു സെൻട്രൽ ബാക്കിന് എന്തായാലും റയൽ മാഡ്രിഡ് ടാർഗറ്റ് ചെയ്തെങ്കിലും വെക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അസെൻസിയോ കാരണം ആ ഒരു സൈനിങ് പോലും റയൽ മാഡ്രിഡിന് ലാഭത്തിലെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് സീസണിൽ ഒരു സെൻട്രൽ ബാക്കിനെ സൈൻ ചെയ്യുമോ എന്നുള്ളത് ഡൗട്ടാണ്. അതിനുള്ള ചാൻസ് വളരെ വളരെ കുറഞ്ഞു വരികയാണ്. ഈ സാലിബൊക്കെ റയൽ മാഡ്രിഡിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അതെനിക്ക് തോന്നുന്നില്ല ഒരു അത്രത്തോളം പോസിബിൾ ആവും സാലിബിനെ റയൽ മാഡ്രിഡ് കൊണ്ടുവന്നുള്ളത്. റയലിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇനി അങ്ങനത്തെ ഒരു പ്ലെയറിനെ സെൻട്രൽ ബാക്കിലുള്ള പ്ലെയറിനെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വളരെ ചീപ്പസ്റ്റ് ഓപ്ഷൻ ആവും പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അങ്ങനെ ഒരു സെക്കൻഡ് ചോയ്സ് ആയി വന്നെങ്ങാണ്ട് ടീമിലൊരു സ്ഥിര സാന്നിധ്യം ഉറപ്പിക്കാൻ റൗൾ അസെൻസിയോക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് തുടരാൻ സാധിക്കട്ടെ, ആ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കട്ടെ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നാലും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.